അത് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമായിരുന്നു. പ്ലീസ് സർ, ലീവ് മീ അലോൺ. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. പിരിച്ചുവിടപ്പെട്ട വകയിൽ ഒരു എമൗണ്ട് ഗിരിക്ക് തരാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഒപ്പിട്ട് തരാമെങ്കിൽ 2 ദിവസത്തിനകം ചെക്ക് ഞാനിങ്ങ് എത്തിച്ചു തരാം. അങ്ങനെ ഒരു കോമ്പൻസേഷൻ കമ്പനി മറ്റാർക്കും കൊടുത്തിട്ടില്ലല്ലോ. എന്താ എന്റെ കാര്യത്തിൽ ഒരു ഔദാര്യം? സഹതാപം കൊണ്ടായിരിക്കും അല്ലേ? എന്തായാലും വേണ്ടെന്ന് വെക്കരുത് ഗിരി. പിന്നെ 2 ലേഡി സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനിയിൽ. ഒരു ആപ്ലിക്കേഷൻ തന്നാ ഞാൻ ട്രൈ ചെയ്യാം. വേണ്ട, തൽക്കാലം ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കുക, അതാണ് വേണ്ടത്. ശരി, എന്നാ ഞാനിന്നെ അധികം നിൽക്കുന്നില്ല. വരട്ടെ ഗിരി. ദൈവത്തിന് സ്തോത്രം ഇണങ്ങിയിടുന്നു. ഹല്ലേലൂയ. എന്നാ ശരി. കർത്താവ് ഇതാരാ? പുതിയ അവതാരാണല്ലോ. ഇത് ചാരൻ തന്നെ. ഭർത്താവ് സ്തംഭിച്ച് കിടക്കയല്ലയോ? എടി ഭയങ്കരി, നീ കള്ളന് കഞ്ഞി വെക്കുന്നവളാ. ഈ രഹസ്യ യോഗം ഫിലിപ്പോസ് കണ്ടുപിടിക്കും. അയ്യോ ശാലി കുഞ്ഞെ, എന്താ ആ പോയത് ആരാ? ശാലിനി കുഞ്ഞെ ഗിരിയേട്ടൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജറാ. ഓഹോ, ഓ, അപ്പോ ഗിരി കുഞ്ഞിനെ കാണാൻ വേണ്ടി തന്നെ വന്നതായിരിക്കും അല്ലേ? അല്ല, എന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്താ പോരെ? അതെനിക്കിട്ടൊന്ന് കൂട്ടിയതാണല്ലോ. ഒന്ന്, 2, 3, 4, 5. ദേ 25,000 തികച്ചുണ്ട് കുഞ്ഞെ. ഈ ഫിലിപ്പോസ് ഇടപെട്ടതുകൊണ്ടാ ഇത്രയെങ്കിലും കിട്ടിയത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഫിലിപ്പോസിനെ തന്നെ അയച്ചത്. 6 മാസത്തിനകത്ത് മുതലും പലിശയും കൂടെ കൊടുത്ത് ബുക്കും പേപ്പറും തിരിച്ചെടുക്കാൻ പറ്റുമോ സാറേ? അപ്പൊ ഞാൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന് താനും വിശ്വസിക്കുന്നുണ്ട് അല്ലടോ? എത്രയും വേഗം കുഞ്ഞെണീറ്റ് നടക്കണമെന്നാണ് ഈ ഫിലിപ്പോസിന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന ഫലിക്കും കുഞ്ഞെ. കുഞ്ഞു നോക്കിക്കോ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഫിലിപ്പോസ് വേഗം പോവാൻ നോക്ക്. ഞാൻ പോയേക്കാം സാർ. ഈ കാശ് അങ്ങോട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചാട്ടെ. പിന്നെ എഗ്രിമെന്റ് അറിയാമല്ലോ, 6 മാസം കഴിഞ്ഞാൽ ഫൈനാൻസുകാർ വന്ന് കാർ എടുത്തോണ്ട് പോകും. ഫിലിപ്പോസിന് എത്രയാ കമ്മീഷൻ? കമ്മീഷനോ? എനിക്ക് എന്തിനാ സാറേ കമ്മീഷൻ? ഛേദമില്ലാത്ത ഒരു ഉപകാരമല്ലേ ഇത്? ചേ, ഫിലിപ്പോസിന് ഇതൊന്നും വേണ്ട സാറേ. ഫിലിപ്പോസ് അത്തരക്കാരനല്ല സാറേ. അതുമല്ല, കുഞ്ഞ് ഇങ്ങനെ ഒരു ഗതി കിടക്കുമ്പോ ഫിലിപ്പോസ് കണ്ണിച്ചോര ഇല്ലാത്തവനല്ല സാറേ.
എനിക്കൊരു ഗതികേടുമില്ല. താനിത് പിടിച്ചേ. അയ്യോ വേണ്ട സാറേ, സാറിനോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇതൊക്കെ. സ്നേഹത്തിന്റെ കാര്യക്കൂടെ നിൽക്കട്ടെ. ദാ പിടിച്ചേ. അത് പിന്നെ വേണ്ടായിരുന്നു. സാരല്ലോ, താൻ പൊയ്ക്കോ. ആ പിന്നെ കാറ് പണയം വെച്ച കാര്യം ദയവായി ആരോടും പറയരുത്. ഇല്ല കുഞ്ഞെ, ഞാൻ ആരോടും പറയില്ല. എന്റെ പാറയിൽ മാതാവാണ് സത്യം. എന്നാ പിന്നെ ആ ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഴിയട്ടെ. ദാ ഇതുകൊണ്ട് സൂക്ഷിച്ചു വെക്കേ. ഈ കാശ് എവിടുന്ന് ഗിരിയേട്ടാ? തൽക്കാലം നീ ഇതുകൊണ്ട് അലമാരയിൽ വെക്കേ. 2 ദിവസമായിട്ട് ഫിലിപ്പോസ് ഇവിടെ കയറി ഇറങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. സ്വർണം ഉണ്ടായിരുന്നല്ലോ, അത് കൊണ്ടുപോയി പണയം വെക്കരുതായിരുന്നോ? പിന്നെ ഞാനൊരു അപേക്ഷ എഴുതി കൊടുക്കട്ടെ. ജോലി ശരിയാക്കി തരാന്ന് ബാലിസാർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. ഭാര്യത്ത് അദ്ദേഹം എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ ഗംഗമോളെ. ആധാരം എപ്പോഴേ നമ്മളെ കയ്യിൽ എത്തിയിരിക്കുമെന്ന് അദ്ദേഹം കരുതിയത്. ഇനിയും വൈകിയ അപകടമാണത്രേ. അവൾ അതെടുത്ത് മാറ്റിയെന്ന എന്റെ സംശയം. ഒടുവിൽ കൈമലർത്തി കാണിച്ചാൽ മതിയല്ലോ. അവളത് ചെയ്യും. വല്ലയിടത്തും കൊണ്ടുപോയി പണയം വെച്ചാലും കിട്ടില്ല ലക്ഷങ്ങള്. എന്റെ ദൈവമേ, അവളെ തലമണ്ടയിൽ അങ്ങനെയൊന്നും തോന്നിപ്പിച്ചേക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിങ്ങനെ താളം ചവിട്ടാതെ വല്ല വിധേനം ചെന്നത് വാങ്ങിച്ചെടുക്കാൻ നോക്ക് കഞ്ചനമ്മേ. ഓ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? ആ എന്തിനവൾ അടുത്തുനിന്നൊന്ന് മാറിയിട്ട് വേണ്ടേ? ചക്കരയിൽ ഈച്ച പറ്റിയിരിക്കുന്നത് പോലെയല്ലേ സദാസമയം. കഞ്ചനമ്മ എന്തിനാ അവളെ പേടിക്കുന്നത്? ചെന്ന് ഗിരിയോട് കാര്യം പറയണം. അഥവാ അവള് വല്ലതും പറയാൻ വന്നാ കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കണം. പൊട്ടിക്കും ഞാൻ. പക്ഷെ അതിപ്പോഴല്ല, ആധാരം കയ്യിൽ വന്നതിന് ശേഷം. തൽക്കാലം നയത്തിൽ നിൽക്കുന്നതാ ബുദ്ധി. അവളോട് നയത്തിൽ പെരുമാറിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നറിയില്ലേ? വടിച്ച കള്ളി അവള്. ശ്യാമേട്ടന്റെ കാതിൽ വേദം ഓതി ഓതി എന്റെ ജീവിതം കൂടി തകർത്തത് അവൾ ഒറ്റ ഒരുത്തിയ. നിന്റെ ജീവിതം മാത്രം, ഈ കുടുംബം തന്നെ തകർത്ത് തരിപ്പണാക്കിയില്ലേ അവള്? എന്നിട്ടും ശീലാവതിയാണെന്ന ഭാവത്തിലാ ഭർത്താവിന് പാദസേവ ചെയ്യുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അവനിതങ്ങോട്ട് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാ സങ്കടം. വിനാശകാലെ വിപരീത ബുദ്ധി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മൾ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു നോക്കിയില്ലേ? അതുകൊണ്ട് ദൈവഭാഗത്തുനിന്ന് നമുക്കൊരു ദോഷവും വരുമെന്ന് പേടിക്കണ്ട. ഏതായാലും ഞാൻ ഒന്നുകൂടി അവിടം വരെ പോയിട്ട് വരാം. മോള് വരുന്നുണ്ടോ? ഇല്ല, കഞ്ചനാമ്മ പോയാ മതി. അവളുടെ മോന്ത കാണുമ്പോഴേ എനിക്ക് കാലിൽ നിന്നൊരു പെരുപ്പ് കയറാൻ തുടങ്ങും. എന്തിനാ വെറുതെ? പിന്നെ പോയ കാര്യം ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. വേണ്ട, ഞാൻ തന്നെ പോയിട്ട് വരാം. എങ്ങനെയെങ്കിലും ആധാരം കൊണ്ട് ഞാൻ വരും. ഗിരിയേട്ടാ, മരുന്ന് കഴിക്ക്. ഇതാ പതുക്കെ. ദേഹം തുടയ്ക്കാൻ വെള്ളം ചൂടാക്കട്ടെ ഗിരിയേട്ടാ. കുറച്ച് കഴിയട്ടെ. ഇനി എപ്പോഴാ? ദേ, സമയാസമയം ദേഹം തുടച്ച് വൃത്തിയാക്കിയില്ലേല് പൊട്ടലുണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പോഴങ്ങ് പോയതല്ലേ ഉള്ളൂ. ഞാൻ വെള്ളം ചൂടാക്കേണ്ടി വരാം. ശാലു, എന്താ ഗിരിയേട്ടാ? ശാലു എനിക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്താ, കണക്കെടുപ്പ് നടത്തി ശമ്പളം നിശ്ചയിക്കാൻ പോവാ? ഗിരിയേട്ട, ഇത് എന്തിന്റെ സൂക്കേടാ? ഭർത്താവിനെ പരിചരിക്കുന്ന ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാണല്ലേ? പക്ഷെ എത്ര കാലം ഒന്ന് കരുതിയ ശാലു ഇങ്ങനെ? നിന്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ
തുടങ്ങി ഗിരിയേട്ടൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഗിരിയേട്ടന്. ഇവിടെ ഇപ്പോഴും എന്ത് സംഭവിച്ചു? ഏറിയാലൊരു 4-5 മാസം. അത് കഴിഞ്ഞാലൊക്കെ ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. മരണാസന്നരായ രോഗികളോട് പോലും ഡോക്ടർമാർ പറയുന്നത് ഒക്കെ ഭേദാവുമെന്നും ധൈര്യമായിരിക്കാനും ഒക്കെ അല്ലേ. എന്റെ വിധി അതെനിക്ക് നന്നായിട്ടറിയാം ശാലു. ഗിരിയേട്ടനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ശാലു, നീ എന്നെ സ്നേഹിക്കരുതായിരുന്നു. അങ്ങനെയെങ്കിൽ നിനക്കിങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അങ്ങനെയല്ല, പറഞ്ഞത് തിരിഞ്ഞുപോയി. അല്ല, ഇവളെന്ത് അനുഭവിച്ചു എന്നാ നീ പറയുന്നേ? അനുഭവിച്ചത് മുഴുവൻ മോനും ഗംഗമോളും അല്ലേ? അതിന് കാരണം എന്താ? ഗിരി ഇവളെ പ്രേമിച്ചത് കൊണ്ട്, അല്ലാതെ മറിച്ചല്ല മോനെ. അല്ല, എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, പറഞ്ഞത് ഇഷ്ടമാകില്ലെന്നറിയാം. അപ്രിയ സത്യങ്ങളാണല്ലോ. അല്ല, കുറച്ചു നേരം അപ്പുറത്തേക്ക് എങ്ങാനും മാറി നിന്ന എനിക്കെന്റെ മോനോട് മാത്രമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ചെല്ല് ചെല്ല്. അല്ല, പോയാലും ചെവി ഇവിടെ തന്നെ ആയിരിക്കും അറിയാനിട്ടല്ല. എന്തായാലും മോള് പേടിക്കണ്ട, പറയാൻ പോകുന്നു നിന്റെ കാര്യങ്ങളല്ല. ചെന്നാട്ടെ. എന്താ കഞ്ചനാമേത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്നുണ്ടോ? എന്തിനാ അവളോടിങ്ങനെ? എന്റെ മോനെ, അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതാ. അത് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ? എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയല്ലേ? മതി, ഇതൊക്കെ 1000 ആവർത്തി ഞാൻ കേട്ടതാ. കേട്ട് കേട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചു. ആ, ഇനി ഭ്രാന്തും കൂടി പിടിക്കാതിരിക്കാൻ ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ദേ, അവിടെ ഒരുത്തി ഏതാണ്ട് അതേ അവസ്ഥയല്ല. ഏത് നേരവും കരച്ചിലും വീഴ്ചയിലും മാത്രമേ ഉള്ളൂ. തീറ്റയും കുടിയും പോലും ഇല്ല. ഗംഗമോളുടെ കാര്യാ മോനെ പറഞ്ഞത്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഭ്രാന്തിന്റെ വക്കത്ത് തന്നെ എത്തും. ഓ ദൈവമേ, എങ്ങനെ കഴിഞ്ഞിരുന്നൊരു കുടുംബമാ. എന്നോട് മാത്രമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇതാണോ? അല്ല മോനെ, അത് വേറൊരു കാര്യാ.